അവിടെ ഒരു സൗന്ദര്യമുണ്ട്, ദ ബ്യൂട്ടി ഓഫ് സൈലൻസ്. മിണ്ടാതിരിക്കുന്നതിന്റെ സൗന്ദര്യം, നിശബ്ദതയുടെ സൗന്ദര്യമുണ്ട്. തനിക്കെതിരെ ഇതാ ഗൂഢാലോചന നടത്തുന്ന ശിഷ്യന്മാരുണ്ട്, ഗൂഢാലോചന നടത്തുന്ന പുരോഹിതന്മാരുണ്ട്, ഗൂഢാലോചന നടത്തുന്ന ന്യായാധിപന്മാരുണ്ട്, നിയമപാലകരുണ്ട്, നിയമം ലംഘിച്ച് ഇത് തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുന്നവരുണ്ട്. അവരുടെ ഒക്കെ മുൻപിൽ നിശബ്ദനായി നിൽക്കുന്നവൻ പിന്നെ അവന്റെ നിശബ്ദത പ്രഘോഷിക്കപ്പെടുന്ന വചനമായി മാറുന്നു. ബ്യൂട്ടി ഓഫ് സൈലൻസ്. ആ നിശബ്ദതയെ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിലും ചില നിശബ്ദതകൾ രൂപപ്പെടേണ്ടതുണ്ട്. അവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, നിങ്ങൾ വിധിക്കപ്പെടുമ്പോൾ, തെറ്റായി വിധിക്കപ്പെടുമ്പോൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒച്ചയുണ്ടാക്കണ്ട. കീപ് സൈലൻസ്. എന്താപ്പോ ഗുണം? നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കുന്നതിന് വായ തുറക്കാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വാദിച്ചുകൊള്ളും. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമുക്ക് വേണ്ടി നമ്മൾ വാദിക്കാതിരിക്കുമ്പോൾ അമ്മ ത്രേസ്യ പറയാണ്, ദൈവം നിനക്ക് വേണ്ടി വാദിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിക്കൊള്ളും. ആൻഡ് ദാറ്റ് വിൽ ബി ബെറ്റർ ദാൻ യുവർ ഓൺ ജസ്റ്റിഫിക്കേഷൻ. നിങ്ങളുടെ തന്നെ വാദഗതികളെക്കാൾ അത് ക്ഷേമമായിരിക്കും.